ഹലോ. ഇന്ന് വുമൻസ് ഡേ ആണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ വുമൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങാൻ തുടങ്ങുകയാണ് എന്നുള്ളത്. അല്ല, എനിക്ക് ഒരു വർക്കിൻ്റെ റിലേറ്റഡായിട്ട് ഒന്ന് പുറത്ത് പോകണമായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറുതായിട്ട് എനിക്ക് വേണ്ടി ഒരു ഇത്തിരി നേരം ടൈം സ്പെൻഡ് ചെയ്തത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു വുമൻസ് ഡേ ആയിട്ട് അതെങ്കിലും ചെയ്യണമല്ലോ നമ്മൾ. അപ്പോൾ ചിലരൊക്കെ പറയായിരിക്കും എല്ലാ ദിവസവും വുമൻസ് ഡേ, എല്ലാ ദിവസവും സെലിബ്രേഷൻ അല്ലേ, വുമൻസ് ഡേ അല്ലേ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ എനിക്കങ്ങനെയല്ല. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ദിവസങ്ങളുണ്ടാവും, ബിസി ആയിട്ടുള്ള ദിവസം ഉണ്ടാവും, ചില ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ദിവസങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആഘോഷിക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഡേയ്സൊക്കെ മിസ് ഔട്ട് ചെയ്യാതെ ആഘോഷിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഹൈസിന്തിൽ പോയിരുന്നു, ഒരു ബുഫേ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്ക് അവിടുത്തെ മറ്റേ മൗത്ത് ഫ്രഷ്നർ ഉണ്ടല്ലോ, കുറച്ച് പെരിഞ്ചീരകവും ചെറുതായിട്ട് നമ്മുടെ ഈ റോജാപ്പാക്കില്ലേ അതിൻ്റെ കുറച്ച് മണികളൊക്കെ ഉണ്ടാവും അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ മാക്സിമം അത് എടുത്തിട്ട് വരും കേട്ടോ. അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ ഏട്ടൻ എന്നെ അതിന് പറഞ്ഞ് കളിയാക്കുക, മറ്റേ കള്ളക്കടത്ത് നടത്തിയത് കാണിച്ചാൽ എത്ര എടുത്തുനിന്ന് എണ്ണിത്താന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ്. സത്യം പറഞ്ഞാൽ എണ്ണിയില്ല, ഞാൻ മുഴുവനും അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നറിയോ. എനിക്ക് കൂട്ടിനൊരാളില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ എന്നുള്ളതല്ല, ഏതെങ്കിലും ഒരാൾ എന്നല്ല, അമ്മയോ ഏട്ടനോ വേണം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഒറ്റയ്ക്ക് പുറത്ത് പോകണ ഇഷ്ടമല്ല, ഒന്നും ചെയ്യാൻ ഇഷ്ടമല്ല, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരാളെയും കാത്തു നിൽക്കണ ഇഷ്ടമല്ല. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ വയ്യപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ കേദാരം കോംപ്ലക്സിൽ കയറി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. വർക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നടന്ന് എല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചു. എന്ന് നടത്തമേ ഇല്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു നടക്കാനൊരു അവസരം കിട്ടുമ്പോൾ നടക്കണമല്ലോ എന്ന് കരുതി നടന്നു വെച്ച് പിടിച്ചു. പക്ഷെ നല്ല വെയിലും ചൂടുമാണല്ലോ, അപ്പോൾ നല്ല വയ്യായിക ആയി സത്യം പറഞ്ഞാൽ. തലയൊക്കെ വേർത്തിട്ട് എന്നിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട്, കോഫി ക്ലബ് എന്നും പറഞ്ഞിട്ട് അവിടെ കയറി. നല്ലൊരു മികച്ച തീരുമാനമായിരുന്നു ഞാൻ എടുത്തത് എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 1-2 പേരെ പിന്നെ വന്നുള്ളൂ ഞാൻ വന്നിരുന്നിട്ടും. അപ്പോൾ സുഖമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം സമാധാനമായിട്ട് വെറുതെ അന്തം വിട്ടിങ്ങനെ ഇരുന്ന് നല്ലൊരു ചോക്ലേറ്റ് ഷേക്ക്. പണ്ട് കെയർ ബേക്കറിയിൽ നിന്ന് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അമൃത, ഞങ്ങൾ രണ്ടുപേരും ഞായറാഴ്ചയോ ശനിയാഴ്ചയോ എല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് കുടിക്കാൻ പോകും. ആ ഒരു ഓർമ്മയൊക്കെ വന്നു എനിക്ക് കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ചോക്ലേറ്റ് ഷേക്കാണ് കെയർ ബേക്കറിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇതും നല്ലത് തന്നെയായിരുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. അപ്പോൾ ആ ഷേക്കൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ മറ്റേ വ്ളോഗിനുള്ള ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം, എന്നിട്ട് അതിൽ അഭിനയിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ അവർ എ സി ഒന്നും ഒക്കെ ഓഫ് ചെയ്ത് വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എ സി ഇട്ടു. അതുകൊണ്ട് കുറച്ചിങ്ങനെ തണുത്തൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ആശ്വാസം കിട്ടി. നല്ല ചൂടത്തൊന്ന് കയറി വന്നതല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളോട് പറയാനുള്ളത് വുമൻസ് ഡേയിൽ തന്നെ ചെയ്യണമെന്നില്ല, ഇല്ലെങ്കിലും നമുക്ക് അവനവന് വേണ്ടി കുറച്ച് നേരം സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ വളരെ നമ്മുടെ സോളിനെ എന്താ പറയുക, ഒന്ന് റിഫ്രഷ് ചെയ്യാനും ഒരു സമാധാനത്തിന് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രായം കഴിയുമ്പോൾ എനിക്കറിയില്ല, കാരണം ഇതുവരെ എനിക്കത് അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഒരു 2 വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ എനിക്ക് മാറ്റം വന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്നിനി ചെന്നിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വർക്കിൻ്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, എന്താ പറയുക, പാക്ക് ചെയ്ത് വെക്കുക, അങ്ങനെ ഒരുപാട്. എനിക്ക് ഏർലി മോർണിംഗ് ആണ് വർക്ക്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്, ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എല്ലാം കൂടെ എടുത്തു വെക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു കുഞ്ഞു സമയം കിട്ടിയത് ഞാനങ്ങോട്ട് എടുത്തു എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മേക്ക് ഓവേഴ്സ് ചെയ്യണതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞൊരു റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട്. സ്മോൾ സ്കെയിൽ ബിസിനസ് എന്നൊക്കെ പറയില്ല, പക്ഷേ സ്റ്റോക്കൊന്നും എടുത്തിട്ടല്ല, റീസെല്ലിംഗ് ആണ് ചെയ്യണത് കേട്ടോ.
അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഈ പോസ്റ്റുകൾ ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ജോലികളുണ്ട്. അത് ഫോണിൽ വസുക്കുട്ടി എന്താ പറയുക, ഫോണെടുത്ത് നോക്കാത്ത സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. എൻ്റെ ബിസിനസ് അക്കൗണ്ട് 2 ഉണ്ട്, മേക്ക് ഓവറിൻ്റെയും പിന്നെ ഈ ലക്ഷണ എലഗൻസി എന്നാണ് എൻ്റെ മറ്റേ റീസെല്ലിംഗ് ബിസിനസ്സിൻ്റെ ബ്രാൻഡ് നെയിം. അതിൽ മെയിൻലി ക്ലോത്ത്സാണ്, ജ്വൽസും ഉണ്ട്, ക്ലോത്ത്സും ഉണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ പ്ലേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൗത്ത് ഫ്രഷ്നർ അല്ലാതെ മറ്റേ ഇതൊന്നും അല്ല കേട്ടോ, പാനൊന്നും അല്ല തിന്നണത്. ഇതിൻ്റെ പാക്കറ്റിൻ്റെ കളർ കണ്ടാൽ വേറെ എന്തെങ്കിലും ഒന്ന് തെറ്റിദ്ധരിക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് റീഅപ്ലൈ ചെയ്ത് ഇറങ്ങാൻ നേരം ആകുമ്പോഴേക്കും അവർ പിന്നെ AC ഓഫ് ചെയ്തിട്ടോ. അതിന് ഞാൻ അവരോടൊന്ന് കംപ്ലൈൻറ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും ഞാൻ നടക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴെങ്കിലും നടക്കാൻ പറ്റുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടാണല്ലോ ഇറങ്ങണം. അപ്പോൾ എവിടെയും പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ ഈ റോഡ് സൈഡിലുള്ള കടയിലൊന്നും കയറാനും പറ്റില്ല, പാർക്കിങ്ങുള്ള സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയിലും ആവും പോവുക. അപ്പോൾ ഇറങ്ങി നടക്കണ ഒരു അവസരങ്ങൾ വളരെ കുറവായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. ഒരുപാട് ദൂരമൊന്നുമില്ല, ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് വീട് വരെയുള്ളൂ. പിന്നെ ഞാനൊന്ന് പാർലറിൽ കയറി ഒന്ന് ത്രെഡ് ചെയ്തു. അതൊക്കെ ചെയ്യണമല്ലോ, അതിനൊക്കെയുള്ള സമയം വേണമല്ലോ നമുക്ക്. എന്നിട്ട് പിന്നെയും നടന്നു. നല്ലൊരു മറ്റേ സൂര്യൻ അസ്തമിക്കണ ആ ഒരു സമയത്ത് വ്യൂ ആയിരുന്നു കേട്ടോ. ആ സമയത്ത് നല്ലതായിരുന്നു നടക്കാൻ, വെയിലില്ലാതെ നടക്കാൻ എനിക്കിഷ്ടമാണ്. എന്നിട്ട് അവിടെ അടുത്തുള്ള വിജയമാമയുടെ കടയിൽ കയറിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ആകെ ക്ഷീണിച്ച് വേർത്ത് അങ്ങോട്ട് പോയപ്പോൾ മുടിയൊക്കെ വലിയ സ്റ്റൈലായിട്ട് ഇട്ടിരുന്നു. അങ്ങോട്ട് വന്നപ്പോഴേക്കും മേപ്പട്ടിക്കൊക്കെ എടുത്ത് വെച്ചു ഞാൻ ചൂടെടുത്തിട്ട്. അങ്ങനെ വന്നങ്ങനെ എൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം, എൻ്റെ ഒരു കുഞ്ഞ് മീ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് നിങ്ങളായിട്ട് കാണിച്ചതാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റ, ടേക്ക് കെയർ.